ഹലോ പറ. എടാ ഓരോ 2 മിനിറ്റിലും എനിക്ക് എന്റെ സംസാരശേഷി പൊക്കോണ്ടിരിക്കുക. ഞാൻ എന്തോ മരുന്ന് കഴിച്ചതിന് ശേഷം ഇങ്ങനെയാ. അപ്പാപ്പാ എന്റെ സംസാരശേഷി പോണ ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും. എനിക്ക് തോന്നുന്നു നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് ആരോ കൂടോത്രം കൊണ്ടിട്ടുണ്ടായിരുന്നത്. വാസമോൻ അത് മറികടന്ന് വന്നതിന്റെ പ്രശ്നം. നമ്മുടെ വീടിന്റെ അല്ല അപ്പാപ്പയുടെ തലാണെ ഒന്ന് മാറ്റി നോക്കുക. അതിന്റെ താഴെ എന്തായാലും ഉണ്ടാവും അത്. പോയി ഇല്ലില്ല ഞാനുണ്ട്. ഞാൻ വാസവനെ അവളെ കുതിരയിട്ട് കൊണ്ട് വീട്ടിൽ വിട്ടായിരുന്നു. ഇനി അതിന്റെ അതോന്നും എനിക്കറിയത്തില്ല. ദൈവമേ. വാസണ്ണ ഈ സിറ്റിയില് ബ്ലാക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ വഴിയുണ്ട്? ഒരു മിനിറ്റ് എടാ. എന്താ ചന്ദ്ര നിനക്ക്? നിനക്ക് കോഹ്ലിയുടെ ഗ്യാങ്ങിന്റെ ഒരു കോഹ്ലിയുടെ അല്ലേ ആ എഴഞ്ഞു പൊക്കോണ്ടിരിക്കണേ? സെലിബ്രേറ്റ് ചെയ്യണ്ടേ? അപ്പൊ ഇവിടെ എല്ലാരും നിങ്ങളുടെ എല്ലാരും അപ്പൊ എന്നെ വിളിച്ചില്ല, നിങ്ങൾ പോയിട്ടോ. അത് വരാം. പക്ഷെ അപ്പൊ നമുക്ക് മറ്റേ പരിപാടി ഉണ്ടായിരുന്നല്ലോ ഇന്ന്. ഞങ്ങൾ എപ്പോഴാ നോക്കി പരിപാടി? ഇതാ ഇപ്പം പോവാൻ വേണ്ടി നിൽക്കും എല്ലാരും. ഗ്യാങ് ഒന്ന് ചവിട്ടാൻ പറ്റുമോ ഒരു അരമണിക്കൂറ്? ചന്ദ്ര കേവിയൊക്കെ നമ്മളെ ഇൻവൈറ്റ് ഡിലേ ആക്കണ്ട. ജോലി കാത്ത് നിർത്തിക്കണ്ട. ഞാൻ വന്നേക്കാം. കുഴപ്പമില്ല. അപ്പൊ ആ ടൈമില് പതുക്കെ വന്നാൽ എന്തായാലും അരമണിക്കൂർ മേളാവും. ആ ടൈമിൽ എല്ലാരും ജോണിനെ മറ്റേ ഇതിൽ കൊണ്ടുപോന്നെ. മറ്റേ ഇതുണ്ടല്ലോ, എന്താ സബ്മറീൻ. കേട്ടില്ല? സബ്മറീനിൽ കൊണ്ടുപോകാൻ ജോണിനെ. ചന്ദ്ര ഒരു യാത്ര പോയാൽ മതി. ഞാൻ വന്നേക്കാം. ഇത് ചന്ദ്രനല്ലേ? വാസവനെ നമുക്ക് ചന്ദ്ര വീണ്ടും പോയി സൗണ്ട്. ചന്ദ്ര എന്തൊരു ജന്മമാടാ. അവൻ ആർപ്പി കളിക്കാൻ മൈക്കൊന്നും വേണ്ട, മനസ്സിലായ? സൗണ്ട് പോലും വേണമെന്നില്ല. ആരാ മാർക്കറിയാൻ? എലക്ഷനോടത് താടിയൊക്കെ ഒഴിച്ച മുന്നീന്ന് പൊക്കോണേ. ഇവിടെ ഒരുത്തനെ നോക്കട കിടന്ന് എഴയണേ. എന്ത് ചെയ്യും കൈസ് ഞാൻ? പക്ഷെ എന്തൊക്കെ തമാശ പറഞ്ഞാലും കഴിച്ച് ഞാനൊരു കാര്യം സത്യമായിട്ട് സീരിയസ് ആയിട്ട് പറയട്ടെ. ഇങ്ങേർക്ക് ഉറക്കമൊന്നുമില്ല. ഇങ്ങേര് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെയാണ് ഇപ്പോൾ ഉറങ്ങണത് ഈ ബ്രാവോ. സത്യം പറയാൻ കഴിച്ചു നമ്മുടെ കൂടെ ലൈവില് തമാശ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. പുള്ളി രാത്രി ആർപ്പി ഇത്രയും നേരം നമ്മുടെ കൂടെ നിന്നിട്ട് രാത്രി ഫുഡ് കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ നേരെ ഫുഡ് കഴിച്ചിട്ട്
ഈ സെർവറിന്റെ പുറകിലാണ് പുള്ളി കുറെ ദിവസമായിട്ട്. നമ്മളിങ്ങനെ ലൈവിലിരുന്ന് ചുമ്മാ തമാശയൊക്കെ പറയുമെങ്കിലും ഈ സെർവർ ഓടിച്ചുകൊണ്ട് നടക്കാൻ പുള്ളിക്ക് ഇതിനോട് ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇത് ഈവൻ ടി വിയെ വന്നാലും ഇല്ലല്ലോ. ഇവിടെ ടി വിയെ വന്നിട്ടും ഇത്രയും പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടായിട്ടാണോ ഈ സെർവർ ഇത്രയും നാൾ ഓടിച്ചേ? ഞാൻ സത്യം പറഞ്ഞ ബ്രാവോയെ പരിചയപ്പെട്ടതിന് ശേഷം പരിചയപ്പെട്ടതല്ല, ഞങ്ങൾ തമ്മിലുള്ള അടിയെല്ലാം സോൾവ് ആക്കിയതിന് ശേഷം ഞാൻ ബ്രാവോ എടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിച്ച് ഇതായപ്പോഴാണ് അറിഞ്ഞത്. ഗോൾഡും അതും ഇതും എല്ലാം കൊണ്ട് വിറ്റിട്ടും പറക്കിയിട്ടും ഒക്കെയാണ് ഈ സെർവർ ഓടിക്കുന്നതെന്ന്. ഇതിൽ നിന്നൊരു നിങ്ങൾ ഇപ്പൊ അങ്ങനെ ഓടിക്കുകയായിരുന്നെങ്കിൽ പറയാറുണ്ട് എല്ലാവരും ഇത്രയും പ്ലേയേഴ്സ് ഉണ്ട്, ഇത്ര ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. KVA ഇവിടെ കളിക്കുന്നു എന്നുള്ളത് കൊണ്ട് KVA പിള്ളേർക്ക് വേണ്ടിയിട്ട് പുള്ളി ഈ സെർവർ ശരിക്കും പറഞ്ഞാൽ അത്ര എഫേർട്ട് എടുത്താണ് ഇത്ര നാള് ഉണ്ടാകുന്നത്. യു ക്യാൻ ഹെൽപ്പ് യു നോ ബ്രോ. ഞാൻ ചെയ്യാറുണ്ട് ബ്രോ. ഞാൻ പറയണത് പൈസയുടെ കാര്യം മാത്രമല്ല. ഇപ്പൊ ഇവർക്ക് പൈസയുടെ കാര്യമല്ല. നമുക്ക് എത്ര പൈസ കൊടുത്താലും ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ലിമിറ്റ് ഉണ്ട്. ഞാനത് ബ്രാവോ എടുത്ത് പലവട്ടം ചോദിച്ച്, ബ്രാവോ എന്തെങ്കിലും നമുക്ക് പൈസ മുടക്കിയാൽ ഈ പറയണത് പോലെ ഇത് അപ്ഗ്രേഡ് ചെയ്ത് സെറ്റാക്കാൻ പറ്റുമോ എന്ന്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇങ്ങനത്തെ ഒരു സാധനം അല്ല അവർ ഉദ്ദേശിക്കണം, മനസ്സിലായോ? പൈസയുടെ അല്ല ഇപ്പം. ഇത് എന്ത് ചെയ്തിട്ടും ഇത് ശരിയാവണില്ല, അതാണ് പ്രശ്നം. കുറച്ച് സ്പോൺസർമാരെ പിടിച്ചെടുത്ത് ബ്രോ. ഈ സ്പോൺസർമാരെ പിടിക്കുന്നതിന്റെ അല്ല, ഇതിനി എന്ത് ചെയ്താണ് ഇത് ഫിക്സ് ചെയ്യുക എന്നുള്ളൊരു കാര്യം അവർക്ക് അറിഞ്ഞുകൂടാ. അതാണ് മനസ്സിലായി. അതാണ് മെയിൻ ഒരു പ്രശ്നം. ഇതിനി എന്ത് ചെയ്ത് ഇത് ഫിക്സ് ചെയ്യുമെന്നാണ് എല്ലാരും ആലോചിച്ചിരിക്കണം. എല്ലാരും അതിന്റെ പുറകിലാണ്. ഹലോ കേക്കാവോ? ഹലോ എനിക്ക് അറിഞ്ഞൂടാ ചന്ദ്ര. ഈ തൊണ്ടവേദനക്ക് മെഡിസിൻ കണ്ടുപിടിക്കുമോ? എക്സ്ലാൻഡിസ് ഒന്ന്. ഞാൻ എന്താ ഇവിടെ ഉണ്ട്. നിന്റെ മറ്റേ ഉരുളൽ കണ്ടോണ്ടിരുന്നത് മനുഷ്യനും ജീവിതം വെറുത്തിട്ട് ഞാൻ അപ്പുറം പോയതാണ്. ഒരു ഗ്യാങ് മീറ്റിംഗ് ഒക്കെ വിളിക്കണ്ടേ ബ്രോ? ഗ്യാങ് മീറ്റിംഗ് വിളിക്കണ്ട. ലിറ്ററലി ഞാൻ പറയാമല്ലോ, ഞാനത് ഭയങ്കര ഇതായിട്ട് പറയാം. ഗ്യാങ് മീറ്റിംഗ് വിളിക്കേണ്ട ഒരു അവസ്ഥ ഇതിപ്പോ വന്നിട്ടില്ല. ഇപ്പൊ കറന്റ് TVക്ക് എല്ലാരും ആക്റ്റീവാണ്, എല്ലാരും RP ചെയ്യണ്, എല്ലാരും സിറ്റി കയറണം. അടി പൊട്ടിയ ഇപ്പൊ വീശി നിറയും. ഇതാ ഇപ്പൊ ഇവിടെ വെറുതെ ഇരുന്നപ്പോ തന്നെ റേഡിയോ നോക്ക്. പറ. ഒരുപാട് പേര് നിൽക്കുന്നിടത്ത് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം. നമുക്ക് ആരും ഇല്ലാത്തോട്ട് പോവാം. എന്താ പറയുന്നത്? ഞാനും അപ്പനെ മാത്രം. അങ്ങനല്ല, എത്ര നാൾ നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കും? അങ്ങനല്ലേ ഉദ്ദേശിച്ചത്? ഇവന്മാരെ കൂട്ടിക്കൊണ്ട് പോവാം. ബാക്കിയുള്ള എല്ലാരും ഉള്ളിടത്തും തൽക്കാലം അത് മാറി നിൽക്കാന്ന് പറഞ്ഞേ. കേക്കാമോ? ഹലോ കേക്കാലോ. എവിടെ നമ്മളിവിടെ അണ്ടി ഫാക്ടറിയിൽ ഇങ്ങനെ. നിങ്ങൾ അണ്ടി ഫാക്ടറിയിലാണോ? അതെ. അപ്പാപ്പ ഇന്നെങ്കിലും എനിക്ക് പോകാൻ പറ്റുമോ അപ്പാപ്പ അണ്ടി ഫാക്ടറിയില്? പിന്നെന്താ ഞാൻ മിസ്റ്റർ അച്ഛനെ വിളിച്ചിട്ട് പള്ളു പറയട്ടെ ഒരു സെക്കൻഡ്. ഇപ്പൊ വിളിച്ചു പറയാം. അങ്ങനല്ല, ഇതൊന്ന് സ്റ്റേബിൾ ആയിട്ട് മതി അപ്പാപ്പ. അത് വെറുതെ തൊലക്കണ്ട അപ്പാപ്പ. നല്ലൊരു സംഭവമാണ്. ഇതൊന്ന് സ്റ്റേബിൾ ആവട്ടെ അപ്പാപ്പ. ഇതൊന്ന് സ്റ്റേബിൾ ഓക്കെ ആവണം നോക്കട്ടെ. അല്ലെ നമ്മള് ജീവിതം വെറുത്തു. പറയടാ. ആരാ? ചന്ദ്ര, നീ ചന്ദ്ര വണ്ടി ഇടിച്ചു വന്നേ. കേറി വണ്ടി കയറി കുറച്ചേരം നമുക്ക് സംസാരിക്കാം. അതാണെന്ന് നോക്കട്ടെ. നമ്മുടെ ഗ്യാങ്ങിലെ പുതിയ മെമ്പറാണ് LX2. ഇവൻ ചന്ദ്ര, ഞാനൊരു കാര്യം പറയട്ടെ ചന്ദ്ര. എടാ, KVL ആൾക്കാർ ബർത്ത്ഡേ ക്ഷണിക്കാൻ വേണ്ടി വെക്കുമ്പോ TVയുടെ കോ-ലീഡർ എന്നുള്ള രീതിയിൽ നീ അവിടെ അവരുടെ തുണി മുക്കി അവരുടെ ഇടയ്ക്കൂടെ ഉരുണ്ട് പോണാടാ. അങ്ങനെയാണോ ഒരു കോ-ലീഡർ ബിഹേവ് ചെയ്യേണ്ടത്? കടിയന്മാരുണ്ട്. അണ്ണാ എനിക്കൊന്ന് കേട്ടുകൂടായിരുന്നു അന്നേരം. കുറച്ചേരം നമുക്ക് സംസാരിക്കും എന്തേലുമൊക്കെ. ഇത് പുതുതാ.
ഞാൻ പാട്ട് വിട്ടിട്ടുണ്ട് ഞാൻ എന്താണ് പറഞ്ഞേ ആ. ലോക്ക് ചെയ്തിട്ടുണ്ട് കുറെ പ്രതിഭകളത് വേറെന്താ സംഭവം ഏട്ടാ അതെ നിവിൻപോളിയായിട്ടൊക്കെ തോന്നും ജന്മന കുറച്ച് ഗ്ലാമർ കിട്ടിപ്പോയ പണ്ട് എന്റെ ഇടവും വലമൊക്കെ ഇങ്ങനെ ആയിരുന്നു മനസ്സിലായേ ഇതെന്താ കുരിഞ്ഞു നോക്കണേ അതൊക്കെ ഒരു കാലം ഇപ്പൊ അണ്ടി ഫാക്ടറി പേട്ടണ്ടി ഡിസ്റ്റർബൻസ് ആയോ ഞാൻ ഇടയ്ക്ക് കയറിയത് ഹലോ ശബ്ദം പോയടാ ഞാനെന്താ സിറ്റി വന്നപ്പോ ഈ പോസ് ഭയങ്കര കിടലാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നല്ലേ വെളിയിൽ നിന്ന് നോക്കുമ്പോ മറ്റേ കാടക്കോഴിയെ മറ്റേ ഗ്രില്ല് ചെയ്യാൻ വെച്ചിരിക്കണമെന്നുണ്ട് സത്യമായിട്ടും തമാശയല്ല കാടക്കോഴിയുടെ കൂടെ നല്ലത് ഫോട്ടോ നല്ലതാവാൻ വേണ്ടി നല്ലത് പറഞ്ഞു തരുന്നതേ ഉള്ളൂ ദൂരെ നോക്കുമ്പോ കറക്റ്റ് അതല്ലേ ഇതെങ്ങനെയുണ്ട് ഇത് പിന്നെ കുഴപ്പമില്ല മറ്റേതല്ലേ ചന്ദ്രൻ ആരാ വിളിക്കുന്നത് മോനെ മോനെ വിളിക്കുന്നത് എലി വിളിക്കുന്നത് ചന്ദ്ര ബേബി വാസു ബേബി ചന്ദ്ര ബേബി ബേബിയുടെ ബേബി നിൽക്കുന്നു. ഞാൻ അബദ്ധത്തിൽ കയറി പോയതാണ് കേട്ടോ. തൊണ്ട ശരിയായെന്ന് അറിയാൻ വേണ്ടിട്ട് ചുമ്മാ ഇങ്ങോട്ട് കയറി നോക്കിയത്. പ്ലീസ് എന്റെ അടുത്ത് ഇതൊന്നും ഇറക്കരുതേ. എനിക്കിതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര ക്രിഞ്ച് അടിക്കണം. എന്റെ ക്രിഞ്ച് എന്റെ റൊമാൻസ് ഒക്കെ എന്താ നീ പറഞ്ഞു കേട്ടോ അവളെ. കൊച്ചി ഇറക്കാനോ നോക്കത്തില്ല കേട്ടോ. പിടിച്ച് പേത്തിയവാരി അടിക്കും ഞാൻ. എനിക്ക് പറ്റ ഇതൊന്നും ഇല്ല. ഓ അപ്പ എന്റെ മൂക്കി കയറ്റി കളയും. നിന്റെ അപ്പ അടിക്കും, നിന്നെ അടിക്കും. നിന്റെ അപ്പ നീ വിചാരിച്ചു നിന്റെ അപ്പ സൂപ്പർ ഹീറോ ആണെന്ന്. നീ 2 ദിവസം ഇവിടെ ഇല്ലാത്തോണ്ട് കാറ് കഴിയാ സോപ്പ് മേടിക്കാൻ പോയതാണെന്നാണ് ഇവൻ പറഞ്ഞത്. ഹലോ ജോണി മാമൻ ഇതിനകത്ത് ഏതാ ജോണി മാമൻ? ഈ ജോണി മാമൻ അല്ലേ KVL ബർത്ത്ഡേ ഉള്ള ജോണി മാമൻ? അത് ഞാൻ ഓൾറെഡി വിഷ് ചെയ്തായിരുന്നു. അത് ഞാൻ ഇവിടെ അല്ലേ പറയണ്ടേ? എന്തോ ക്ലാസ് എടുത്തു തരാം. പിള്ളേരെല്ലാം വിളിച്ചോ. പിന്നെ അതെ ഞങ്ങൾക്കൊരു മ്യൂസിക് ടീച്ചറിനെ വേണമായിരുന്നു. ടീച്ചറെ ക്ലാസ് എടുക്കുന്ന ക്ലാസ് ഇതൊക്കെ ആരാ?
പഠിക്കണ്ടേ? ക്ലാസ് എടുത്ത് ഫുൾ എവിടെ എടാ ക്ലാസ് എടുത്ത് വരണോ അനിതമാര്? ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു അപരാധം പിടിച്ച സ്കൂളാണ്, മനസ്സിലായ? മ്യൂസിക് ടീച്ചർ ആക്കുന്നുണ്ട്. പിള്ളേരാണോ? ബാക്ക് സീറ്റ് വരെ, ബാക്ക് സീറ്റ് വരെ. ഫ്യൂച്ചർ മാറും പിന്നെ. ക്ലാസ്സിൽ വന്നേടാ. സ്കൂളിൽ വാ, സ്കൂളിൽ വാ, സ്കൂളിൽ വാ. ക്ലാസ്സൊക്കെ എടുക്കാൻ പോയിട്ടൂടെ? ചന്ദ്ര ഇതാണ് ഗുരുത്വം. ചന്ദ്ര അവിടെ പോയിരിക്കടാ, ബെഞ്ചിലിരിക്കടാ. സാർ ഇവിടെ ഒറ്റ കമന്റിൽ മിണ്ടല്ലേ, ഞാൻ മിണ്ടല്ലേ, സൗണ്ട് കേൾക്കരുത്. പിൻ ഡ്രോപ്പ് സൈലൻസ്. ചുമന്നോണ്ട് ഞാനായിരുന്നേ. ബേബി ക്ലാസ് എടുക്കണേ. എല്ലാരും ഇരിക്കണം, എല്ലാരും ഇരിക്കണം. ആവശ്യമില്ലാത്ത കമന്റ് അടിക്കല, കമന്റ് അടിക്കലേ ഇവിടെ എന്റെ ക്ലാസ്സിൽ കമന്റ് അടിക്കലേ. ഹലോ, കമ്മിങ് കമ്മിങ് കമ്മിങ്. സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. താങ്ക് യു. ഞാൻ ഡോർ തുറന്ന് ഒന്നുകൂടെ വരും കേട്ടാ. എല്ലാരും എന്നെ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യണം കേട്ടല്ലോ. ഐശ്വര്യമായിട്ട് കഴിവറാമനെ ക്ലാസ്സിൽ കയറാ. കേറ് ക്ലാസ്സിൽ, കേറ് ക്ലാസ്സിൽ കയറാ. ഡീമ ഹലോ. ശബ്ദം പോയി ഗൈസ്. I am trying my level best. ചന്ദ്ര ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ നമ്പർ കിട്ടണ്ടായിരുന്നടാ. ഇനി വഴിയുള്ള അണ്ണാമ്പണ്ണി ഇനി വഴിയെ പോണ എല്ലാവന്മാരും ഈ നമ്പറിൽ വിളിച്ച് സ്പാം ചെയ്യും. എന്നെ വിളിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവന്മാരെല്ലാം ഈ സെർവറിൽ നിന്ന് ഞാൻ അപ്പാപ്പനെ കൊണ്ട് പെർമനന്റ് ബാൻ അടിപ്പിക്കും. എന്റെ സെർവർ പിന്നെ ചില്ലറ കഴിയാണ് നമുക്ക്. പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു സത്യം. ലക്സ്മോൻ TV എലിയോട് സിറിഞ്ച് വേണ്ടെന്ന് പറ. സിറിഞ്ചാ? അതിന് എലി സ്കൂളല്ലേ നടത്തുന്ന, ആശുപത്രി അല്ലല്ലോ. ക്ലാസ് എടുക്ക്. വായില്ലടാ, വായില്ല, വാ പോയി, വാ പോയി, കേക്കാൻ പറ്റൂല. എന്തൊരവസ്ഥ. ഹായ്, ഹലോ, എവിടെയാ? ഹായ്, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ടോ? ഇതാരാ? ബേബി. ഇന്ന് മെസ്സേജ് ആർപ്പിയാണേ. ഇന്ന് മെസ്സേജ് ആർപ്പിയാണ് കേട്ടാ.
ഫോൺ വെച്ച് ആർപ്പി വിളിക്കും ഞാൻ. കാണിച്ചു തരാളാ നിനക്കൊക്കെ ഞാൻ എന്റെയൊക്കെ ഡീഡോസ്. താങ്ക്സ് ബേബി. എലി നീ ഒന്ന് നോർമൽ ആഗ്. നിന്റെ ഉള്ളിലെ സീരിയൽ നടിയെ കൊന്നുകള. എന്തോ ബേബി? മലയാളം സോങ് പാട്ട് കേക്കട്ടെ ഞാൻ. ഇമകൾ ഒരു പേരില്ല രാജ്യത്തെ കാണാക്കുയിലെ കണ്ണീരിൽ മുങ്ങിടൽ. അതാണോ? തനന ഇതല്ല ഞാൻ കണ്ട എലി. എന്നെ ഒരു സാധനം ഇറക്കാം. എന്നെ ബേബി എന്ന് വിളിക്കുമ്പോ എനിക്ക് എന്റെ സൂസനെ ഓർമ്മ വരും. അവൾ കേടാം ലെക്സ്. അയ്യോ, എന്നെ ബേബി എന്ന് വിളിക്കല്ലേ. അങ്ങനെ വിളിക്കുമ്പോൾ എനിക്കെന്റെ സൂസനെ ഓർമ്മ വരും. അവളാണ് എന്നെ അങ്ങനെ വിളിച്ചോണ്ടിരുന്നത്. ഞാൻ സീരിയൽ നിർത്തി റൊമാൻറ്റിക് ആവാം. റിപ്ലൈ വരട്ടെ. എലിക്കുട്ടി ടൈപ്പിംഗ്. പണ്ട് റിലേഷൻഷിപ്പ് ഒക്കെ സെറ്റ് ആവുന്ന സമയത്ത് നമ്മൾ അവർക്ക് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ എന്തോരോന്ന് ഇങ്ങനെ നോക്കിയിരിക്കൂലേ. അവരുടെ ടൈപ്പിംഗ് കാണുമ്പോ തന്നെ നമുക്ക് നെഞ്ചിലൊരു ഇടിയാണല്ലേ. ഓക്കെ, ഐ എം ഓക്കെ. ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. വിഷമമായെങ്കിൽ പൂമറി. It's okay. I love you. അയ്യോ,
എന്ത് ഫേസ് ചെയ്ത് ഞാൻ തിരിച്ചെന്ന് പറയും. എന്നാ ഹണിയെന്ന് വിളിക്കാം. ഓടി ഉള്ളേ വെച്ചിട്ട് ഒരു പരിധിയിലേക്ക് മൂട് പോയി. പിന്നെ ഹണി കേക്കാമോ? ഈ പെണ്ണൊന്നും വേണ്ടടാ, പെണ്ണൊന്നും ഇല്ലായിരിക്കുന്ന നല്ലത്. നമ്മൾ ഇങ്ങനെ കൂട്ടുകാരൊക്കെ കൂടെ ചില്ലൊക്കെ അടിച്ചെടുക്കുന്ന സന്തോഷമൊന്നും ഇതിൽ കിട്ടുന്നില്ല. പിന്നെ അല്ലാതെ ഇവിടെ വാറൊക്കെ മച്ചാനെ ബൈ മിസ്റ്റേക്ക് കൊച്ചിയിലെ പോണായി പോയി മച്ചാനെ ബൈ റോഡിൽ പാകാൻ മച്ചാനെ ബൈപ്പാസ് ജോവറാകും മച്ചു വൈ ഫീലിംഗ് സാഡ് ബഡി ഫർഗെറ്റ് ദാറ്റ് വേ ബഡി നോട്ട് ഓൺലി റോഡ് ബഡി ബട്ട് ഓൾസോ റിവർ വഴി സ്കൂട്ടായിക്കോ മച്ചാനെ മച്ചാനെ മച്ചു സ്കൂട്ടായിക്കോ മച്ചാനെ ഷിപ്പുണ്ട് മച്ചു സ്കൂട്ടായിക്കോ മച്ചാനെ ബോട്ടുണ്ട് മച്ചു എസ്കേപ്പ് ഇട്ടോ മച്ചു അനൂറുണ്ട് മച്ചു. ടിവിയിൽ എല്ലാരും ഞാൻ മോനെന്നെ സേവ് ചെയ്തത് എല്ലാം എന്റെ മക്കളാ. ഭീമൻ മോൻ. വില്ലുവിന് ശരിക്കും വില്ലു മോന്റെ വില്ലു മോൻ മോൻ. അപ്പാപ്പനിപ്പോ എന്തിടും? AP മോൻ. Mosquito good buddy, not only biting buddy, but also singing buddy. Skutaiko, machane, machane, machu. Sleepaiko, machani, kattanda buddy. Nakana, ഒരു 5 കോടി രൂപ ഗീവമേ തരുമോ ഈ നമ്പറിലേക്ക്? വണ്ടി വാങ്ങാനാ. ഉസ്മാനാണ്. ഉസ്മാന് പൈസ ഇല്ലടാ മോനെ. സ്നേഹം മാത്രം. സൗണ്ടൊക്കെ എന്തിനാണ് ആർപ്പി കളിക്കാൻ? വൈ 5566 ആരാ? ഹലോ, ഹലോ, കേക്കാവോ? കേക്കാം. ഹണി കേക്കാം. ഹണി എനിക്ക് ഇതൊക്കെ കേക്കുമ്പോ വെച്ച് അനത്തി തരാൻ തോന്നണില്ലേ നിനക്ക്? എന്നാ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇന്ന് മുതൽ ഞാൻ വാസു എന്ന് വിളിക്കട്ടെ? എടാ വാസു എന്ന് വിളിക്കട്ടെ? എടാ വാസു മോന്ത കുട്ടിക്കുമല്ലോ. ചേടാ അതൊക്കെ അല്ലേ റൊമാൻറ്റിക്. ഇന്ന് ഞാൻ ശുണ്ടി എന്ന് വിളിക്കട്ടെ? തിരിച്ച് ഞാൻ ചന്തിന്ന് വിളിക്കണം നിന്നെ. അപ്പൊ കുണ്ടി എന്നല്ല വിളിച്ചത്, ശുണ്ടി എന്നാ വിളിച്ചേ. ഞാൻ ഒരു റൊമാൻറ്റിക് പേര് കണ്ടുപിടിച്ചിട്ട് വരാതെ. ഒരു കാര്യം പറയട്ടെ, ക്യൂട്ടിന്റെ സ്പെല്ലിംഗ് എന്ന് പറയൂ. ക്യൂട്ടിന്റെ നോ യു വൈ യു ഞാൻ കക്കൂസി പോരാവേ. കെട്ടി എറിയണ ഇവളെ. ഇവിടെ ഞാൻ എനിക്ക് മാത്രം എന്താണ് കണ്ണാ എന്നെ വീട് ഓടക്കുണ്ട എന്നെ കയറി പിടിച്ചിട്ട്
എന്തൊക്കെ തരം ആൾക്കാരല്ലേ ഇതിനകത്ത്. തിരിച്ച് ചത്ത് എടാ അമ്പത്തൂര് 2 ദിവസമായിട്ട് അണ്ടി ഫാക്ടറിയുടെ ഓഫീസ് സൂപ്പർവൈസർ ആയിട്ട് അല്ല ഇന്നലെ രാത്രി ഇല്ലേ ഒരു 3 മണിയായപ്പോ വന്നിരുന്നു അണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു ചോദിച്ചിട്ടുണ്ട്. ആണല്ലേ അളിയാ. അവിടെ 2 ദിവസമായിട്ട് ആ ആർമി ഒന്ന് ചെയ്യാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം വൈര്. 100% നീതി പുലർത്തിയത്. സത്യം 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 സത്യം. എടാ വില്ലുമോന് അണ്ണ ഒരു പ്രശ്നം ഉണ്ടല്ലോ അണ്ണാ. എന്താ പറഞ്ഞല്ലോ. വീണ്ടും ഇല്ല ഞാൻ സ്നൈപ്പിന് എന്തൊക്കെ തലക്കി വിളിച്ച് അണ്ണനെ എന്താ പറഞ്ഞ് ചോദിക്കണ്ട അണ്ണ. അത് നീ പോയി ചോദിക്കടാ, ഞാൻ സിറ്റിയിലുണ്ടാവും. അത്രയുള്ള ഇനി എനിക്ക് ആരാ പേടി. സന്തോഷമൊക്കെ കൺഫർമേഷൻ വിളിച്ചോ. അമ്പത്തൂരില്ല സ്റ്റോറി ഒക്കെ എന്താ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചായിട്ട്. അണ്ടി ഫാക്ടറി കാണും. അമ്പത്തൂര് നോക്കട്ടെ. 2 ദിവസമായിട്ട് അണ്ടി ഫാക്ടറിയിലാണ്. പാവം ഒരു ഗ്രൂപ്പിലേക്ക് ചേച്ചി ഇന്ന് ചെയ്യണുണ്ടോ നോക്കട്ടെ. അമ്പത്തൂര് സോറി ഒന്ന് നോക്കട്ടെ. ഓ ഞാൻ ഇപ്പോഴും മറ്റേ അമ്പത്തൂര് ഡേ 3 എക്സലന്റ് സിറ്റി. പാവടാ സത്യം. ഇത് 2 ദിവസമായിട്ട് 3 ദിവസമായിട്ട് സ്യൂട്ട് വിട്ട് അവിടെ നിക്കണ കേട്ടാ. പാവോ എന്റെ അമ്മോ, എന്തൊക്കെ തരം കാര്യങ്ങൾ കാണണം ഒരു ദിവസം. ഓ 12 മണിയല്ലേ. ഫ്രീ വാർ അടിക്കാം. ഇനി എന്തൊക്കെയാ പറയണ ഇതൊക്കെ. ഞാൻ എന്താ വള്ളിയൊന്നും എടുക്കൂല. സിറ്റി കാണേ. ബർത്ത്ഡേ പാർട്ടി നോക്കട്ടെ ബ്രോ. നോക്കട്ടെ. എന്താ നമ്മളെ ഹലോ നോക്കട്ടെ ലക്സേ. കാണാൻ പറ്റുമത് കുഞ്ഞാണല്ലേ. കൊള്ളാടാ ഇത്. ചെറുതായി പോയി. ശരി ഐപാഡ് ചാർജ് ആവുന്നുണ്ട്. അണ്ണനെ തെറി വിളിച്ച് DX. എന്നെ എന്താടാ പറഞ്ഞവന്മാര്. ഞാൻ അവരോടൊന്നും ഒന്നും ചെയ്തില്ല. പക്ഷെ ഇനി ചെയ്യും. ഇനിയാണ് ചെയ്യാൻ പോണത്. കേവേഡ് വിളിച്ച് അതറിഞ്ഞാ മതി. ഹലോ കേവേഡ് വിളിച്ചല്ലേ. രവിന്റെ കൊമ്പിലെ രാപ്പാടി. ഹലോ ആരാ? എവിടെ ആരാ? നന്ദുട്ടല്ലേ? ഹലോ പാസ്വേഡ് ഞാനാ, മനസ്സിലായോ? ഇല്ല. ആര്? ആരാ? കെവിനാ? നെവിൻ. ആ മറ്റേ വെടിവെച്ചത് ഒരുമിച്ച് പോയി ഓർമ്മയില്ലേ? പറത്ത് സങ്കടായി. എടാ നമ്മുടെ കൺസൈൻമെന്റ് പയ്യൻ. ഓ എവിടെ നിക്കണ്? എടാ ഞാൻ ഇവിടെ സ്കൂളിലാണ്. ഞങ്ങൾ ചെറുതായിട്ടൊരു അടി പഠിക്കാൻ ചേർന്ന? അല്ലല്ല പഠിപ്പിക്കാൻ. ആരെ പഠിപ്പിക്കാൻ? ഇവിടത്തെ സ്കൂളിലെ കുറച്ച് പിള്ളേരെ. മുച്ചിരിനെയൊക്കെ നശിച്ച്. മുച്ചിറീനെ അല്ല. അതെന്താ? ഹലോ ഞാൻ ഇപ്പൊ വിളിക്കാവേ. മൂത്രമൊഴിക്കാൻ മുട്ടിട്ട് പോയോ? ഒരു മിനിറ്റ്.
അണ്ണാ വെള്ളം എടുത്ത് തരും അണ്ണാ. നിനക്ക് വെള്ളം ഞാൻ കഴിയും കൂടെ തരാം നിനക്ക്. എന്താ സൗണ്ട് കൊടുക്കുന്നത്? പഴങ്കഞ്ഞിനെയാണ് അണ്ണാ, പഴങ്കഞ്ഞി. നിനക്ക് നിന്നെയൊക്കെ മോഹൻ അറിയലാണോ അല്ല വീണേ. ഇത് ഇങ്ങനെ ആമ്പിള്ളാർ ഒരു ബുദ്ധിമുട്ട് നോക്കണേ. ലക്ഷ്യ ഞാൻ അറിയാതെ തറയപ്പെടുത്തു കേട്ടാ. നീയും തറയപ്പെടുത്തോ? വില്ലു പോലെ ഞാനിപ്പോ എന്താ കണ്ടത്? അണ്ണ ഞാൻ അപ്പിയുടെ അപ്പിയിടലായിരുന്നു ഞാൻ. അണ്ണാണ്ട് എന്നെ നോക്കിയേ ഒളിഞ്ഞ. എന്തൊക്കെ പിള്ളേരാണ് ഇവിടെ ദൈവമേ. ഇന്നലെ കഴിച്ച പഴങ്കഞ്ഞിടിയാ. നിന്നെയൊക്കെ ഇനി ഞാൻ കഴിവിച്ച് കൊണ്ട് നടക്കാം. നിന്നെയൊക്കെ മോൻ എന്നുള്ള രീതിയിൽ ഞാൻ ഫോണിൽ സേവ് ചെയ്ത് വിചാരിച്ചേ. എന്നാ നോക്ക് വ്യത്യാസമില്ലല്ലോ. ഈ എക്സിന്റെ കാര്യം ചോദിക്കാം. ഇതൊക്കെ പ്രശ്നമാണ്. പോളാ കുടുംബത്തിൽ പറഞ്ഞാ വരുന്ന വസു. ഓ നാളെഞ്ചും മറ്റേ ഇതാവല്ലോ, കേസാവല്ലോ. പിന്നെ കൂളൊക്കെ അടച്ചു പൂട്ടിയാ കൂളോ പോയി. എന്നാ ചോദിക്കട്ടെ DX അമ്മാര് കേവേഡ് ഇറക്കിയല്ലേ വില്ലുമനെ. അടിപൊളി ഇവിടെ മറ്റേ എലി വിദ്യാലയം. അമ്മാര് കേവേഡ് പറഞ്ഞല്ലേ? കേവിയാ കേവേഡ് ആ എനിക്കറിയില്ല അണ്ണാ. അത് സ്നൈപ്പർ എന്താടാ പറഞ്ഞേ? എന്താ പറഞ്ഞ അമ്മാര്? അണ്ണനെവിടെ? ഞാൻ കൊണ്ടുവരാം. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നിപ്പോ 12 മണിയായി. ഇന്നിപ്പോ എടുത്ത അമ്മമാരെ അടിക്കാൻ പറ്റൂല. അണ്ണാ ഒറ്റടി ഒന്നേമുക്കാൽ വരെ സമയമുണ്ട്, 2 മണി വരെ സമയമുണ്ട്. അണ്ണാ ഞാൻ പറഞ്ഞ 15 മിനിറ്റില് 10 മിനിറ്റില് ഇനിഷ്യൽ സിറ്റുവേഷൻ, 15 മിനിറ്റില് പ്രീ വാറ്, 15 മിനിറ്റില് അല്ലെങ്കിൽ 10 മിനിറ്റില് വാറ്. ഒറ്റയടിക്ക് എല്ലാം തീർക്കാം. എന്താ പറയുന്നത്? നമുക്ക് സംസാരിച്ചിരുന്നാ പോരെടാ ഇന്ന്. HF ഒന്നുമില്ല, HF അവരെ അടിച്ച ഡീലായ നമ്പർ ഞാൻ നിന്റെ നമ്പർ സേവ് ചെയ്യട്ടെ. എന്തുവാണ് കെവിൻ കുട്ടാന്നോ? കെവിൻ കുണ്ണേന്ന്. എന്താ കേവിനെ ഭയങ്കര സ്നേഹം കുടുംബം അങ്ങനെയൊക്കെ. നമ്മ 5 പേര് അല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? ബാക്കിയുള്ളവരൊക്കെ ആര് റേഡിയോണ്ട് കൂടെ നിൽപ്പുണ്ടാവുന്നു. DXനെ അടി. ഞാനിപ്പോ കുറച്ച് ലോല ഹൃദയനായല്ലേ സത്യം പറഞ്ഞ. ഞാനിപ്പോ കുറച്ച് ഞാൻ ഈയിടെ ആയിട്ട് കുറച്ച് ലോല ഹൃദയനായല്ലേ. എന്താണ് ഞാൻ ഒരു ആന്ന് മാത്രം സൗണ്ട് കേട്ടല്ലോ. മറ്റേ ഈ HF-ലെ മറ്റേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ്. HF-ലെ റൗത്തർ ശശിയും കേവേർഡ് ഉപയോഗിച്ചായിരുന്നല്ലോ 1.5 ആഴ്ച മുമ്പ്. ഓർമ്മയില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ ഡ്രോപ്പ് ചെയ്യണ. നമ്പർ കിട്ടിയില്ല അണ്ണന്റെ. എടാ നിനക്ക് തരാടാ, 1 മിനിറ്റ് വെയിറ്റ്. അപ്പിക്കണ്ടി ഈ സ്കൂളിലൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞിപ്പോ മെറ്റടിച്ച് വന്നടിക്കോ? ക്ലാസ്സിൽ കയറാ. ക്ലാസ്സിൽ കയറി ഇവിടെ സംസാരിക്കാം. താടിയൊക്കെ വെച്ചിരിക്കുന്നു.
കാടി ഇപ്പോഴും മാറ്റിയില്ലേ പറഞ്ഞോ. എന്നാ ഇന്നലെ സാവേജിന്റെ വണ്ടി ഉം. അത് അപ്പാക്കാൻ വേണ്ടി മെക്കാനിക്കിൽ പോയി. ഉം. മറ്റേ 70 കസ്റ്റംസിൽ ഉം. അവിടെ പോയപ്പോ രണ്ടുപേര് തമ്മിൽ മുട്ടനടി. ഉം. അത് രാത്രി രാത്രി ഇങ്ങനെ അടി ഉണ്ടാക്കാൻ പാടില്ല എന്നല്ലേ അണ്ണ. പിന്നെ അപ്പൊ ഞാൻ ചോദിച്ചു ബ്രോ ഇപ്പൊ 2 മണി കഴിഞ്ഞില്ല, ഇനി എന്തിനാ ബ്രോ വെറുതെ വള്ളി പിടിക്കണത്, ഉം. ഈ ടൈമിൽ വള്ളി പിടിക്കാൻ പോകുന്ന ചോദിച്ചു. ഉം. അപ്പൊ ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞു